മന്ദന്റിൽ ചിന്തിക്കുന്നത്, തിരുമേശ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുന്നത് യേശു കർത്താവിന്റെ ക്രൂശിക്കുന്ന സമയത്ത് താൻ ക്രൂശിൽ മൊഴിഞ്ഞ 7 വിശുദ്ധ മൊഴികളെ, തിരുമൊഴികളെ കുറിച്ച് നാം കഴിഞ്ഞ മാസങ്ങളായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രാമത്തെ മൊഴി വരെ ചിന്തിച്ചു എന്ന് പറയാമോ? ഞാൻ തന്നെ ചിന്തിക്കുന്നേ ഉള്ളെന്ന് തോന്നുന്നു. നിങ്ങൾ ആരും ചിന്തിക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ? 6ാമത്തെ മൊഴി വരെ നാം ചിന്തിച്ചു. 6ാമത്തെ മൊഴി നമ്മൾ പൂർണ്ണമായി ചിന്തിച്ചില്ല. കാരണം കഴിഞ്ഞ മാസം നമ്മൾ നടുവിൽ രാമദാസൻ ഉണ്ടായിരുന്നത് കൊണ്ട് 5 മിനിറ്റ് മാത്രമാണ് ആ തിരുമൊഴിയിൽ നിന്ന് ചിന്തിപ്പാനായി നമുക്ക് കഴിഞ്ഞത്. 6ാമത്തെ മൊഴി എന്താണെന്ന് പറയാമോ? നിവർത്തിയായി അല്ലെ? നിവർത്തിയായി എന്നുള്ള പദമാണ് യേശു കർത്താവ് 6ാമത്തെ മൊഴിയായി, തിരുമൊഴിയായി പ്രസ്താവിച്ചത് നമുക്ക് കാണാൻ കഴിയുന്നു. എന്താണ് നിവർത്തിയായത് എന്ന് നാം ചിന്തിച്ചു. 1ാമത്തെ കാര്യം നാം ചിന്തിച്ചു, ക്രൂശിൽ എന്താണ് നിവർത്തിയായത്. അത് കഴിഞ്ഞ മാസം എന്താണ് നിവർത്തിയായതെന്ന് ഒരു പദം നാം ചിന്തിച്ചായിരുന്നു. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരു പദം നാം ചിന്തിച്ചു. എന്താണ് കർത്താവ് ക്രൂശിൽ നിവർത്തീകരിച്ചത്? ഒറ്റ കാര്യം ചിന്തിച്ചുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കുകയായിരുന്നു. ഓർമ്മയില്ല. ഇനി ഒരു യാഗത്തിന്റെ ആവശ്യമില്ല. ഓർമ്മയുണ്ടോ? യാഗങ്ങൾ അവസാനിച്ചിരിക്കുന്നു, യാഗങ്ങൾ പൂർത്തിയായിരിക്കുന്നു. ഇനി ഒരു യാഗത്തിന്റെ ആവശ്യമില്ല. ഒരിക്കലായി ഒരുവൻ യാഗമായി തീർന്നിരിക്കുന്നത് കൊണ്ട് ഇനിയും ഒരു മഹാപുരോഹിതന്റെ ആവശ്യമില്ല. ഇനി ഒരു യാഗത്തിന്റെ ആവശ്യമില്ല. അവൻ നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. അവൻ നമുക്ക് വേണ്ടി ഒരിക്കലായി യാഗം അർപ്പിക്കപ്പെട്ടത് കൊണ്ട് യാഗങ്ങൾ പൂർത്തിയായി എന്ന് നാം ചിന്തിച്ചു. യാഗങ്ങൾക്ക് നിവർത്തി വന്നു എന്നാണ് നാം ചിന്തിച്ചു നിർത്തിയത്. ഇനി എന്താണ് കർത്താവ് നിവർത്തിയായി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിവർത്തിയായ എന്നൊരു സിംഗിൾ വേർഡ് ആണെങ്കിലും അതിനകത്ത് കർത്താവ് ഉദ്ദേശിക്കുന്ന ചില മർമ്മങ്ങൾ അടങ്ങിയിട്ടുണ്ട്. 2ാമത് നിവർത്തിയായ എന്ന് കർത്താവ് പറയുവാൻ കാരണം ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് മനുഷ്യന് ഒരു നിവർത്തി വന്നു എന്നൊരു അർത്ഥത്തിലാണ് കർത്താവ് നിവർത്തിയായ എന്നുള്ള പദം സംസാരിക്കുന്നത്. ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ, ബന്ധം, അതിനുള്ള അവസരം മനുഷ്യന് വീണ്ടും ലഭിക്കുന്നു. അങ്ങനത്തെ ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ദൈവത്തിന് യേശു കർത്താവിന് മുമ്പ് ദൈവമായിട്ട് മനുഷ്യന് കൂട്ടായ്മ ബന്ധം ഉണ്ടായിരുന്നു. നിശ്ചയമായിട്ടും ഉണ്ടായിരുന്നു. പഴയ നിയമത്തിൽ നാം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, നാം പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? ജനത്തിന് ദൈവസന്നിധിയിൽ ചെല്ലുവാനായി ദേവാലയത്തിൽ 3 ക്രമീകരണങ്ങളെ കുറിച്ച് നാം പഠിച്ചിട്ടുണ്ട്. 1, പ്രാകാരം, ജനത്തിന് മാത്രം നിൽക്കുവാൻ കഴിയുന്ന, എന്നാൽ വിശുദ്ധ സ്ഥലത്ത് എന്ത് സംഭവിക്കുമെന്ന് ഒന്നും കാണുവാൻ കഴിയാത്ത അതിപരിശുദ്ധ സ്ഥലത്തെ കുറിച്ച് ഒരു ഐഡിയയുമില്ലാതെ പ്രാകാരത്തിൽ മാത്രം നിൽക്കാൻ വിധിക്കപ്പെട്ട ഒരു ജനത്തെ കുറിച്ച് പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. വിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതന്മാർ ശുശ്രൂഷിക്കുന്നു. ആണ്ടിലൊരിക്കൽ വിശുദ്ധ മഹാപുരോഹിതന് മാത്രം, ശ്രേഷ്ഠ മഹാപുരോഹിതന് മാത്രം, ആണ്ടിലൊരിക്കൽ മാത്രം അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ചെല്ലുവാനും ജനത്തിനു വേണ്ടി, തനിക്ക് വേണ്ടിയുള്ള യാഗമർപ്പിക്കുവാനുമുള്ള പെർമിഷൻ മാത്രം ഉണ്ടായിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കി. യാഗപീഠത്തെ കുറിച്ച്, യഹോവയുടെ പെട്ടകത്തെ കുറിച്ച് നാം പഠിക്കുകയുണ്ടായി. യഹോവയുടെ പെട്ടകത്തിൽ എന്തൊക്കെയുണ്ട്? പഠിച്ചതൊക്കെ ഇങ്ങനെ മറന്നു പോകാനാണെങ്കിൽ ഹല്ലേലൂയ. യഹോവയുടെ പെട്ടകത്തിൽ എന്തൊക്കെയുണ്ട്? നിങ്ങളത് പറഞ്ഞാട്ടെ. യഹോവയുടെ പെട്ടകത്തിൽ എന്തൊക്കെയുണ്ട്? നിയമത്തിന്റെ കൽപ്പനകളുണ്ട്. 2, അഹരോന്റെ തളിർത്ത വടിയുണ്ട്. 3, മന്നയിട്ട് വെച്ച പൊൻപാത്രമുണ്ട്. ഹല്ലേലൂയ. എവിടെയാണ് യഹോവയുടെ പെട്ടകത്തിന്റെ മുകളിൽ ഒരു അടപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. തുറക്കുവാൻ പറ്റുന്ന ഒരു അടപ്പുണ്ട്. അതിന്റെ പേരെന്താണ്? കൃപാസനം അല്ലെ? കൃപാസനത്തിലാണ് യഹോവയായ ദൈവം പ്രത്യക്ഷപ്പെടുകയും കൃപാസനത്തിൽ നിന്നുകൊണ്ടാണ് താൻ സംസാരിക്കുകയും ചെയ്തത് പഠിച്ചതാണ്. മോശയോട് ഒരു സ്നേഹിതനെ പോലെ സംസാരിച്ചപ്പോൾ യഹോവയുടെ പെട്ടകത്തിൽ, സ്മാരകയുടെ കൂടാരത്തിൽ, കൃപാസനത്തിൽ നിന്നുകൊണ്ട് അവരോട് അരുളി ചെയ്തു എന്ന് കാണുവാൻ കഴിയുന്നു. അപ്പോൾ കൃപാസനം അവിടെ ഉണ്ട് എന്ന് നാം പഠിക്കുകയുണ്ടായി. എന്നാൽ ഇതൊന്നും സാധാരണ ജനത്തിന് കാണുവാൻ കഴിയുന്നില്ല. എന്നാൽ യേശു കർത്താവിന്റെ മരണത്തോടുകൂടെ എന്തു സംഭവിക്കുന്നു? യേശു നിവർത്തിയായി എന്ന പദം പറഞ്ഞപ്പോൾ ഹല്ലേലൂയ, ദേവാലയത്തിന്റെ തിരശ്ശീല മുകൾ മുതൽ താഴെ വരെ കീറപ്പെട്ടു പോയി. ഹല്ലേലൂയ. ഇനിയും ജനവും ദൈവവും തമ്മിൽ ഒരു വ്യത്യാസമില്ല. അതിപരിശുദ്ധ സ്ഥലവും ജനവും തമ്മിൽ ഒരു വ്യത്യാസമില്ല. എന്നേക്കുമായൊരു വീണ്ടെടുപ്പ് തന്റെ ശരീരത്തിൽ കൂടെ ദൈവം സാധിച്ചെടുക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ സഹോദരന്മാർ കടന്നു വന്നുകൊണ്ട് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ കൂടെ ഞാൻ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. വായിച്ചു പോകാം. No one in the Old Testament temple could have reached the most
ഹല്ലേലൂയ, എന്നേക്കും ഒരു വീണ്ടെടുപ്പ് യേശുവിന്റെ മരണത്തിൽ കൂടെ സാധ്യമായി. അതാണ് നിവർത്തീകരിക്കപ്പെട്ടത്. എത്ര പേർക്ക് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്? തന്റെ ദേഹമെന്ന തിരശീല കർത്താവ് വലിച്ചു കീറി, തന്റെ ശരീരം ഉഴവു ചാലുകൾ പോലെ ആക്കപ്പെട്ട് എന്നേക്കുമായി കൃപാസനത്തിലേക്ക് പ്രവേശിപ്പാൻ മനുഷ്യന് കഴിയുന്നു. അതുകൊണ്ടാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങളിൽ നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ. അതുകൊണ്ട് എന്താണ് 16-ാം വാക്യം പറയുന്നത്? അതുകൊണ്ട് കരുണ ലഭിപ്പാൻ തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്തു ചെല്ലുക. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ട്. Let us then approach God's throne of grace with confidence. ഹല്ലേലൂയ, ധൈര്യത്തോടെ, കോൺഫിഡൻസോടുകൂടെ ദൈവ സന്നിധിയിലേക്ക് ചെല്ലുവാൻ, കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുവാൻ കഴിയും. So that we may receive mercy and find grace to help us in our time of need. നമ്മുടെ ആവശ്യത്തിന്റെ സമയത്ത് ഹല്ലേലൂയ നാം ധൈര്യത്തോടെ കരുണ ലഭിപ്പാൻ തത്സമയത്ത് എന്നുള്ള പദം നമ്മുടെ ആവശ്യത്തിന്റെ സമയത്ത്, നീ ക്ഷീണിച്ചിരിക്കുമ്പോൾ, ഹല്ലേലൂയ, നീ ബലമില്ലാതിരിക്കുമ്പോൾ, നീ നിരാശപ്പെട്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഒരു അലസത നിന്നെ മൂടിയിരിക്കുമ്പോൾ, നിനക്ക് എപ്പോഴാണോ ആവശ്യമുള്ളത് ആ ആവശ്യമുള്ള സമയത്ത് അവന്റെ അടുത്ത് ചെന്ന് കൃപ പ്രാപിപ്പാൻ, കരുണ പ്രാപിപ്പാൻ ഏത് സമയത്തും നിനക്ക് കഴിയുമെന്നുള്ളതാണ് യേശു കർത്താവ് തുറന്ന വഴി. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ധൈര്യത്തോടെ കൃപ ലഭിക്കേണ്ടതിന് പ്രതികൂല സാഹചര്യങ്ങളിൽ, പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുമ്പോൾ, ആരും സഹായിപ്പാൻ ഇല്ലാത്ത അനുഭവങ്ങളിൽ കൂടെ, ഒറ്റപ്പെടലിന്റെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ കൃപ പ്രാപിപ്പാൻ നിനക്ക് കഴിയും, കരുണ പ്രാപിപ്പാൻ നിനക്ക് കഴിയും. ധൈര്യത്തോടെ അവന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ കഴിയും. അതുകൊണ്ട് ആക്സസ് ലഭിച്ചു. ഏത് സമയത്തും കർത്താവിനോട് പ്രാർത്ഥിക്കുവാനുള്ള വർഗ ഭേദമെന്നെ, ആണെന്നോ പെണ്ണെന്നോ ഇല്ലാതെ, ജാതി ഭേദമെന്നെ, യഹൂദനെന്നോ യമനെന്നോ ഇല്ലാതെ, ഏത് സമയത്തും ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് കരുണ പ്രാപിപ്പാൻ പ്രാർത്ഥനയിൽ കൂടെ ഒരു ദൈവം ഇതിന്റെ കഴിയുമെന്നുള്ളതാണ് യേശു കർത്താവ് നിവർത്തിയായ എന്ന പദത്തിൽ കൂടെ സംഭവിച്ചത്. Praise the Lord. യേശുവിന്റെ കഷ്ടങ്ങൾ നിവർത്തിയായി. Jesus sufferings were fulfilled. യേശുവിന്റെ കഷ്ടങ്ങൾ അവിടെ നിവർത്തിയാണ്. നിവർത്തിയായ എന്ന പദത്തിൽ കൂടെ കർത്താവ് പറയുകയാണ്, ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിച്ചിരുന്ന കഷ്ടത നിവർത്തിയായി. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 20-21. പിന്നെ താൻ ക്രിസ്തു ആകുന്നുവെന്ന് ആരോട് പറയാതിരിപ്പാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. താൻ ക്രിസ്തുവാകും താൻ അതുവരെ വെളിപ്പെടുത്തിയിട്ടില്ലായിരുന്നു. എന്നാൽ ഈ വാക്യം തൊട്ട് കർത്താവ് പറയുന്നുണ്ട്, ക്രിസ്തുവാകുമെന്ന് ആരോട് പറയാതിരിപ്പാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. Then he ordered his disciples not to tell anyone that he was the Messiah. ഹല്ലേലൂയ. 21-ാം വാക്യം. അന്ന് മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ പലരും സഹിച്ചു കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ശിഷ്യന്മാരോട് മാത്രമായി കർത്താവ് ഒരു കാര്യം പറയാം, വേറെ ആരോട് പറയാൻ പാടില്ല. Praise the Lord. ശിഷ്യന്മാരോട് മാത്രം രഹസ്യമായി കർത്താവ് ഒരു കാര്യം പറയുകയാണ്. Hallelujah. From that time on, Jesus began to explain to his disciples that he must go to Jerusalem and suffer many things at the hands of the elders. യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാരാൽ, മഹാപുരോഹിതന്മാരാൽ, ശാസ്ത്രിമാരാൽ താൻ കഷ്ടം അനുഭവിക്കാൻ പോകുന്നു. Hallelujah. And the chief priest and the teachers of the law, and that he must be killed and the third day be raised to life. Hallelujah. പെട്ടെന്നുണ്ടായ എന്തെങ്കിലും വിദ്വേഷത്തിന്റെ പുറത്ത്, അല്ലെങ്കിൽ അസൂയയുടെ പുറത്ത്, അസൂയ ഉണ്ടായിരുന്നവർക്ക്, പക്ഷെ അസൂയയുടെ പുറത്ത് പെട്ടെന്ന് കർത്താവിനെ ക്രൂശീകരിക്കുകയായിരുന്നില്ല. കർത്താവിന്റെ ക്രൂശീകരണത്തിന്റെ പിന്നിൽ ഒരു ദൈവത്തിന്റെ പദ്ധതി ഉണ്ടായിരുന്നു. യേശു കർത്താവ് അത്
ഹല്ലേലൂയ. അത് അറയിൽ കഥ കടച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മെ കുറിച്ച് തന്നെ ഒന്ന് പ്രവചിച്ചോണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്റെ ജീവിതം എങ്ങനെ ആയിപ്പോ, ഞാൻ ഈ രീതിയിലായിപ്പോ, ഞാൻ ഒരു കാലത്ത് രക്ഷപ്പെടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ ഹല്ലേലൂയ നമ്മെ കുറിച്ചൊന്ന് പ്രവചിക്കണം. ദൈവം നമ്മെ ഈ പട്ടണത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്തിൽ ആക്കി വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് ആത്മാവിൽ കണ്ട് പ്രവചിച്ചു തുടങ്ങണം. യേശു കർത്താവ് വ്യക്തമായി മനസ്സിലായി താൻ എന്തിനായി പട്ടണത്തിൽ വന്നത്? രോഗികളെ സൗഖ്യമാക്കാൻ മാത്രമല്ല, ഭൂതങ്ങളെ പുറത്താക്കാൻ മാത്രമല്ല, മരിച്ചവരെ ഉയർപ്പിക്കാൻ മാത്രമല്ല. തനിക്കൊരു മരണമുണ്ട്, തനിക്കൊരു കഷ്ടമുണ്ട്. ഹല്ലേലൂയ. മഹാപുരോഹിതന്മാർ താൻ കഷ്ടം സഹിക്കാൻ പോകുന്നു, താൻ കൊല്ലപ്പെടാൻ പോകുന്നു. എന്നാൽ മൂന്നാം നാളിൽ ഉയർത്തെഴുന്നേൽക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു എന്നവൻ പ്രസ്താവിച്ചു തുടങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ. എബ്രായർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ, പുത്രനെങ്കിലും, ആ പദം തന്നെ ശ്രദ്ധിച്ചോ, പുത്രനെങ്കിലും. ആ പദത്തിന്റെ അർത്ഥം തന്നെ എന്താണ്? പുത്രനാണ്, പിതാവായ ദൈവത്തോട് സമത്വമുള്ളവനാണ്, തൃത്വത്തിൽ ഒരുവനാണ്. ഒരു കാലഘട്ടത്തും ഭൂമിയിലേക്ക് ഇറങ്ങി വരേണ്ട ആവശ്യം എന്റെ കർത്താവിനില്ല. ആരെന്നവൻ പിതാവിനോട് സമത്വമുള്ളവനാണ്, തൃത്വത്തിൽ ഒരുവനാണ്. ഭൂമിയിലേക്ക് മനുഷ്യന് വേണ്ടി ഇറങ്ങി വരേണ്ട കാര്യമൊന്നും കർത്താവിനില്ലായിരുന്നു. അതുകൊണ്ടാണ് പുത്രൻ എങ്കിലും എന്നുള്ള പദം എഴുതിയിരിക്കുന്നത്. എന്നാൽ താൻ ആ ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാൻ പിതാവിനോട് അനുവാദം ചോദിച്ചു. താൻ ഇറങ്ങി വന്നു. താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ പുത്രനാണ്, തൃത്വത്തിലൊരുവനാണ്, ദൈവമാണ്. തനിക്ക് കഷ്ടം പഠിച്ച് കഷ്ടങ്ങളിൽ കൂടെ കടന്നുപോയി അനുസരണം പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെങ്കിലും ഇവിടെ എബ്രായ ലേഖനത്തിൽ എഴുതിയിരുന്നു, അവൻ പുത്രനായിരുന്നെങ്കിലും ദൈവമായിരുന്നെങ്കിലും താൻ കഷ്ടങ്ങളിൽ കൂടെ പോയപ്പോൾ അവൻ അനുസരണം പഠിച്ച് തികഞ്ഞവനായി മാറി. He learned obedience from what he suffered. താൻ കടന്നുപോയ കഷ്ടങ്ങളിൽ നിന്ന് ചിലത് താൻ പഠിച്ചു. പുത്രനാണ് എങ്കിലും താൻ ചിലത് പഠിക്കാനിടയായിരുന്നു. നമുക്ക് കഷ്ടങ്ങളുണ്ടാകും, ബുദ്ധിമുട്ടുകളുണ്ടാകും. എന്നും ജീവിതം ഒരേ രീതിയിൽ മുന്നോട്ട് പോകയില്ല. സുഖ ദുഃഖങ്ങളുടെ സമ്മിശ്രമാണ് ഈ ജീവിതം. എന്നാൽ നാം കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്ന കഴിഞ്ഞ ദിവസം കേട്ടല്ലോ. ഹല്ലേലൂയ. അതുകൊണ്ട് കഷ്ടങ്ങളിൽ പ്രശംസിക്കുവാൻ, കഷ്ടങ്ങളിൽ നിന്നും പഠിക്കുവാൻ, ആമേൻ, കർത്താവിന് അതിന്റെ ആവശ്യമില്ല. പക്ഷെ താൻ അനുഭവിച്ച കഷ്ടങ്ങളിൽ നിന്ന് താൻ അനുസരണം പഠിച്ചു, തികഞ്ഞവനായി. He learned obedience from the suffered. അതുകൊണ്ട് and once made perfect, അവൻ തികഞ്ഞവനായി തീർന്നു. അപ്പോൾ നാം കഷ്ടങ്ങളിൽ കൂടെ പോകുമ്പോൾ, പ്രതിസന്ധികൾ കൂടെ പോകുമ്പോൾ, അയ്യോ ഞാൻ കഷ്ടങ്ങളിൽ കൂടെ പെട്ടേന്ന് പോയെന്ന് പറയരുത്. അതിനകത്ത് ദൈവം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ചിലതുണ്ട്. അതിൽ നിന്ന് പഠിച്ച് തികഞ്ഞവനായി മാറി. കർത്താവിന് തികഞ്ഞവനായി മാറിയത് കൊണ്ട് തന്നെ, അതുകൊണ്ട് തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. He became the source of eternal salvation for all who obey him. അവനെ അനുസരിക്കുന്നവർക്ക് ഒരു eternal salvation ഉണ്ടെന്ന്, ഒരു നിത്യത ഉണ്ടെന്ന്. ഈ ലോകം കൊണ്ട് അവസാനിക്കുന്ന ഒരു ജീവിതമല്ലത്. അവൻ പഠിച്ചു തികഞ്ഞവനായതുകൊണ്ട്, അവൻ കഷ്ടാനുഭവങ്ങൾ കൂടെ കടന്നുപോയതുകൊണ്ട് നീയും അവനോട് ചേർന്ന് നിൽക്കുന്നെങ്കിൽ നിനക്കും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. നിനക്കും ഒരു eternal salvation ഉണ്ട്. നിത്യരക്ഷ നിനക്ക് ലഭിക്കാനിടയായിത്തീരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചാൽ അവന്റെ കഷ്ടങ്ങൾ ക്രൂശിൽ നിവർത്തീകരിക്കപ്പെട്ടു. അതുകൊണ്ടാണ് നിവർത്തിയായ എന്നുള്ള പദം കർത്താവ് പറഞ്ഞത്. ഇനിയും നിവർത്തിയായ എന്നുള്ള പദത്തിന്റെ മറ്റൊരു അർത്ഥം കർത്താവ് ഉദ്ദേശിക്കുന്നത് തിരുവെഴുത്തുകൾ നിവർത്തിയായി. The scriptures have been fulfilled. കർത്താവിനെ കുറിച്ച് പറഞ്ഞ ദൈവിക അരുളപ്പാടുകൾ, പ്രവചനങ്ങൾ നിവർത്തീകരിക്കപ്പെട്ടു. ഹല്ലേലൂയ. സുവിശേഷം 18-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. എനിക്കറിയാം ഒരു ഉണർവും എന്താ പറയുന്നത്, അഭിഷേകമൊന്നും ഈ തോന്നിന് വെളിപ്പെടത്തില്ല. ക്രൂശീകരണത്തിന്റെ തോന്നാണ് നമ്മെ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്ത് ഹല്ലേലൂയ നമ്മെ സമർപ്പിക്കാനുള്ള ആലോചനകളാണ് ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അനുസരിക്കുക, അനുസരണം പഠിച്ച് തികഞ്ഞവനായി കർത്താവ് മാറിയതുപോലെ നാം അനുസരണമുള്ളവരായി തീരുക. ഇനി മൂന്നാമതായി കർത്താവ് തിരുവെഴുത്തുകൾ നിവർത്തിക്കേണ്ടതിനാണ് ക്രൂശീകരണത്തിനായി തന്നെ ഏൽപ്പിച്ചു കൊടുത്തത്. സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 30, 31, 32 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നാം യെരൂശലേമിലേക്ക് പോകുന്നു.
അങ്ങനെ സംഭവിക്കണമെന്നുള്ളത്. പരിഹസിക്കുക, അവനെ അപമാനിക്കുക, അവനെ തുപ്പുക, അവനെ തല്ലുക, അവനെ കൊല്ലുക, ഇതൊക്കെ പ്രവാചകന്മാർ തങ്ങളുടെ പ്രവചന ശബ്ദമായി കർത്താവിനെ കുറിച്ച് എഴുതി വെച്ചത് നിവർത്തീകരിക്കപ്പെട്ടതാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവന്റെ ഹല്ലേലൂയ താടിക്ക് തല്ലിയിട്ട് ഹല്ലേലൂയ നിന്നെ തല്ലിയതാരെന്ന് പ്രവചിക്കാൻ പറഞ്ഞ് പരിഹസിച്ചത്, ഹല്ലേലൂയ യഹൂദന്മാരുടെ രാജാവേ ജയ് ജയ് എന്ന് വിളിച്ചത് അന്നേരം അവർക്ക് തോന്നിയതല്ല. അവന്റെ വസ്ത്രം ചീട്ടിട്ടെടുത്തത് ഹല്ലേലൂയ സങ്കീർത്തനക്കാരൻ ഹല്ലേലൂയ സംവത്സരങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിരിക്കുകയാണ്. പ്രവാചകന്മാർ പറഞ്ഞത് സംഭവിച്ചു, പരിഹസിച്ചത് സംഭവിച്ചു, തുപ്പിയത് സംഭവിച്ചു, കൊല്ലാൻ കൊണ്ടുപോയത് സംഭവിച്ചു, അടിച്ചത് സംഭവിച്ചു. മാത്രമല്ല 33-ാമത്തെ വാക്യം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടെ സംഭവിച്ചു. 33-ാം വാക്യം, മൂന്നാം നാളിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ഇത്ര വിശ്വസിക്കുന്നുണ്ട്? രാത്രി ഒന്ന് ചേർന്ന് വന്നാട്ടെ. നീ എന്നും ഈ തോന്നുന്നു നമ്മുടെ ജീവിതത്തിൽ കൂടെ ഏറ്റെടുത്താണ്ട് നീ എന്നും കഷ്ടതയിൽ കൂടെ പോത്തില്ല, എന്നും ഭാരത്തിൽ കൂടെ പോത്തില്ല, എന്നും ബുദ്ധിമുട്ടുകളിൽ കൂടെ പോത്തില്ല. നിനക്കും ഒരു ഉയർപ്പുണ്ട്. കർത്താവ് ഉയർത്തെഴുന്നേൽപ്പെങ്കിൽ നിന്റെ വിഷയങ്ങൾ തകർത്ത് നിന്ന് നിനക്കും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഇതൊരു പ്രവാചക ശബ്ദമാണ്. പ്രവചനത്തിൽ ദൈവാത്മാവ് എഴുതി വെച്ചിരിക്കുന്ന സംവത്സരങ്ങൾക്ക് മുമ്പ് അഭിഷക്തന്മാരുടെ നാവിൽ വെളിപ്പെട്ടതാണെങ്കിൽ ക്രിസ്തുവിൽ അത് നിവർത്തീകരിച്ചിരിക്കുന്നെങ്കിൽ ഇന്ന് ദൈവസഭ വിശ്വസിച്ചാട്ടെ നിന്റെ ജീവിതത്തിൽ അത് സംഭവിക്കും. ഹല്ലേലൂയ. ഒരു ക്രൂശീകരണം ഉണ്ടെങ്കിൽ ഒരു ഉയർപ്പുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നീ എന്നും താഴ്ന്നു പോകുവാൻ, പരാജയപ്പെട്ടു പോകുവാൻ, അപമാനിക്കപ്പെട്ടു പോകുവാൻ, തള്ളപ്പെടുവാൻ ദൈവം അനുവദിക്കുകയില്ല. മൂന്നാം നാളിൽ നസറയനായവൻ റോമൻ മുദ്രയെ ഭേദിച്ച് പടയാളികളെ വിറപ്പിച്ച് മഹാപുരോഹിതന്മാരെ അത്ഭുതപ്പെടുത്തി അവരുടെ വസ്ത്രത്തെ വലിച്ചീറി തിരശ്ശീലയെ താഴ്ന്നു മുകൾ മുതൽ താഴെ വരെ കീറിക്കളഞ്ഞ് നിവർത്തിയായി എന്ന് പറഞ്ഞ് ഉയർത്തെഴുന്നേറ്റതുപോലെ നിനക്കും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. വിശ്വസിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. They will mock him, insult him and spit on him. They will flog him and kill him. On the third day he will rise again. On the third day he will rise again. നീ മൂന്നാം നാളിൽ ഉയർത്തെഴുന്നേൽക്കും. ലൂക്കോസ് സുവിശേഷം 24-ലേക്ക് നമുക്ക് കടന്നു വരാം. 24-ന്റെ 44-ാമത്തെ വാക്യം. പിന്നെ അവനവരോട് 24-ന്റെ 44, പിന്നെ അവനവരോട് ഇതാകുന്നു നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് മോശയുടെ ന്യായപ്രമാണത്തിലും പ്രമാണ പുസ്തകങ്ങളിലും. പ്രൈസ് ദി ലോർഡ്. Everything must be fulfilled that is written about me in the law of Moses. മോശയുടെ പ്രവചന പുസ്തകങ്ങളിൽ, മോശയുടെ ന്യായപ്രമാണത്തിൽ എന്നെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. Hallelujah. The prophets and the psalms. Hallelujah. പ്രവാചക പുസ്തകങ്ങളിൽ, സങ്കീർത്തനങ്ങളിൽ എന്നെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് ഇരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാണ്, Hallelujah, ഇത് നിവർത്തിയാകണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ്. Praise the Lord. ജനനം യെശയ്യാവ് പ്രവചിച്ചെങ്കിൽ ഹല്ലേലൂയ അവൻ കന്യകയിൽ നിശ്ചയമായും ജനിച്ചു. ഹല്ലേലൂയ. ക്രൂശീകരണത്തെ കുറിച്ച് ഹല്ലേലൂയ സങ്കീർത്തനക്കാരൻ ദാവീദ് പ്രവചിച്ചെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിച്ചു. പ്രവാചകന്മാർ പറഞ്ഞത്, ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയത് ഹല്ലേലൂയ തന്റെ മേൽ നിവർത്തീകരിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. പ്രവർത്തികളുടെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. കർത്താവിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെട്ട അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ താൻ മരണത്തിന് മുമ്പായി സംസാരിക്കുന്ന ചില ധ്യാനഭാഗങ്ങളോട് നാം ചിന്തിക്കാൻ പോവുകയാണെങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എന്റെ ഓട്ടവും however I consider my life worth nothing to me. My only aim is to finish the race and complete the task of the Lord Jesus has given me. The task of testifying to the good news of God's grace. എന്റെ ഓട്ടം, എന്റെ race, praise the Lord, complete the task the Lord of Jesus has given to me. നമ്മുടെ ജീവിതം
ഹല്ലേലൂയ. നമ്മൾ എന്തിനാണ് ഈ ലോകത്ത് ജീവിക്കുന്നത്? നമുക്ക് സാമ്പത്തികമായി സമ്പാദിക്കുവാനാണോ? നമ്മുടെ തലമുറകൾക്ക് വേണ്ടി അധ്വാനിക്കുവാനാണോ? അല്ലെങ്കിൽ തലമുറകളുടെ നല്ല നന്മ കാണാനാണോ? എന്തിനാണ് നാം ഇവിടെ ആയിരിക്കുന്നത്? നമുക്ക് ദൈവം ആക്കി വച്ചിരിക്കുന്ന ഒരു ഓട്ടമുണ്ട്. ഓരോ ജീവിതത്തെ കുറിച്ചും ഓരോ പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് മനസ്സിലാക്കി ദൈവഹിതപ്രകാരം അതിനെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. അപ്പോസ്തലനായ പൗലോസ് തന്നെ വിളിച്ചിരിക്കുന്നത് എന്തിനാണെന്നും തന്നെ കുറിച്ചുള്ള ദൈവ പദ്ധതി എന്തായിരുന്നെന്നും വ്യക്തമായി തിരിച്ചറിഞ്ഞതുകൊണ്ട് താൻ പറയുകയാണ്, എന്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല, എന്റെ ഓട്ടം നല്ലതായിരുന്നു, എന്റെ ഓട്ടവും ദൈവകൃപയുള്ള സുവിശേഷത്തിന് സാക്ഷ്യം പറയുന്നതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷ തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നത്തെ ഒരു ആത്മീയ ലോകത്തെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കി. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയെങ്കിലും വലിയ വീട് വെക്കണം, നല്ല കാറ് വേണം, കുഞ്ഞുങ്ങളൊക്കെ നല്ല സെറ്റപ്പിലാകണം, നല്ല വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കണം, അവരുടെ തലമുറകളെ കാണണം, അവർക്ക് നന്മ പ്രാപിക്കണം. ഇതെല്ലാം നമ്മുടെ മനസ്സിൽ, ഒന്നും തെറ്റെന്നല്ല പറയുന്നത്, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ. ഇതാണോ ദൈവം നമ്മെ കുറിച്ച് തികയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്? ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, യേശു തന്ന ശുശ്രൂഷ തികയ്ക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ പട്ടണത്തിൽ ഈ ദൈവസഭയെ ആക്കി വച്ചിരിക്കുന്നതിന് ഇവിടെ സഭകളില്ലാഞ്ഞിട്ടല്ല, മറ്റ് സഭകളില്ലാഞ്ഞിട്ടല്ല. ദൈവം നമ്മെ കഴിഞ്ഞ 2 വർഷമായി തെരഞ്ഞെടുത്ത് ഇവിടെ ആക്കിയിരിക്കുന്നെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു പർപ്പസ് ഉണ്ട്, അതിന് പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. ദൈവം നമുക്ക് തന്നൊരു ശുശ്രൂഷയുണ്ട്, അത് തികയ്ക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 2 തിമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങളിൽ നമുക്ക് പരിചിതമായ ഒരു വേദഭാഗം കാണുവാൻ കഴിയും. 2 തിമോഥെയോസ് 4-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ശ്രദ്ധിക്കണമേ, നമ്മുടെ മരണ സമയത്ത് നമുക്കിങ്ങനെ പറയാൻ പറ്റുമോ? തിമോഥെയോസിനോട് അപ്പോസ്തലനായ പൗലോസ് തന്റെ നിര്യാണ കാലം അടുത്തപ്പോൾ സംസാരിക്കുന്ന പദങ്ങളാണ്. ഹല്ലേലൂയ. ഞാൻ നല്ല പോർ പൊരുതു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മരണം എപ്പോഴാണ് സംഭവിക്കുന്നത് നമുക്ക് അറിയത്തില്ല, എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. ഹല്ലേലൂയ. സേറ ഭാഷ എന്നോട് പറഞ്ഞു പ്രായമായി 80 വയസ്സാകുമ്പോൾ മരിക്കുമ്പോൾ. അപ്പോൾ അവരുടെ വിചാരം 80 വയസ്സൊക്കെ ആകുമ്പോഴാണ് സാധാരണ മരണം സംഭവിക്കുന്നത്. മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. എൻ്റെ ഒരു കൂട്ടുകാരന്റെ പിതാവുണ്ടായിരുന്നു, അദ്ദേഹം പട്ടാളക്കാരനായിരുന്നു, കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു മനുഷ്യനാണ്. കാർഗിലെ അന്നത്തെ സിറ്റുവേഷൻ നമുക്ക് അറിയാമല്ലോ, വളരെയധികം പ്രതിസന്ധികളിൽ കൂടെ പോയ സമയമാണ്. യുദ്ധത്തിന്റെ നടുവിൽ താനായിരുന്നു, പടക്കൂട്ടങ്ങളുടെ നടുവിലും ബോംബുകളുടെ നടുവിലും കുഴി ബോംബുകളുടെ നടുവിലും ഒക്കെ ജീവിച്ചൊരു മനുഷ്യൻ. അദ്ദേഹം ലീവിന് നാട്ടിൽ വന്നു. നാട്ടിൽ വന്ന് തന്റെ പറമ്പിൽ നിൽക്കുന്ന സമയത്ത് ഒരു തെങ്ങ് വന്ന് അദ്ദേഹത്തിന്റെ നേർ വീണ് അദ്ദേഹം മരിക്കുവാനിടയായത്. യുദ്ധത്തിന്റെ നടുവിൽ നിന്ന് വന്ന മനുഷ്യന്, കാറിൽ വെടികൊള്ളാതെ വന്ന മനുഷ്യന്, പക്ഷെ നാട്ടിൽ വന്ന് തന്റെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്ന സമയത്ത് ഒരു തെങ്ങ്, താൻ അവിടെ നിൽക്കുമ്പോൾ ഒരു തെങ്ങ് വന്നിട്ട് തന്റെ തലയിൽ വീണ് മരിക്കും. അപ്പൊ നമ്മുടെ മരണം എങ്ങനെയാ സംഭവിക്കുന്നതെന്ന് നമുക്ക് നിശ്ചയിക്കാൻ കഴിയത്തില്ല. ആക്സിഡന്റിൽ കൂടാണോ ഒരു മരണം നമ്മൾ സംഭവിക്കുന്നത്? പാമ്പ് കടിച്ചാണോ ഒരു മരണം സംഭവിക്കുന്നത്? ഇടിവെട്ടിയാണോ നാം മരിക്കുന്നത്? അങ്ങനൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു മരണം കർത്താവ് നമുക്ക് നൽകട്ടെ. പക്ഷെ ആ മരണം എത്തുന്ന സമയം വരെ ഹല്ലേലൂയ നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് തികയ്ക്കാൻ കഴിയുന്നെങ്കിൽ അവിടെയാണ് ഏറ്റവും അനുഗ്രഹം. അതുകൊണ്ടാണ് ഈ മനുഷ്യൻ വാൾകൊണ്ട് കൊല്ലപ്പെടാൻ പോകുകയാണ്. അടുത്ത ചില ദിവസങ്ങൾക്കുള്ളിൽ തിമോഥെയോസിന് ലേഖനം എഴുതിയിട്ട് തന്റെ ശുശ്രൂഷ തന്റെ നിജപുത്രനായ ദത്തപുത്രനായ തിമോസിനെ കൈമാറിയിട്ട് താൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന അറിഞ്ഞ മനുഷ്യൻ തിമോഥെയോസ്
അനന്യാസിന്റെ കൈവപ്പിൽ തുടങ്ങിയതാ. തിമോഥെയോസിന് പറയുക, ഞാനത് ഫിനിഷ് ചെയ്യുക. നമുക്ക് പറയാൻ പറ്റുമോ? നമുക്ക് പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. നാളെ നമ്മൾ മരിക്കാൻ പോവുകയാണെങ്കിൽ, ഹല്ലേലൂയ, നാളെ നമ്മൾ മരിക്കുകയാണെങ്കിൽ ഇന്നത്തെ ഈ ദിവസം വരെ ദൈവം എന്നെ കുറിച്ച് ചിന്തിച്ച ദൈവ പദ്ധതിയിൽ ഞാൻ പൂർണ്ണനായിരുന്നെന്ന് ഒരു മനുഷ്യന് പറയാൻ പറ്റുന്നെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. I have finished the race. ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന പദ്ധതികൾ, ഉദ്ദേശങ്ങൾ നിവർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. വിശ്വാസം നമ്മൾ പറഞ്ഞ തിരുമേശയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. വിശ്വാസം കാത്തു. പ്രയാസമുള്ള കാര്യം ഇന്നലെ ഞങ്ങൾ സംസാരിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. കർത്താവ് മടങ്ങി വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന് പോലും ഹല്ലേലൂയ സംശയിക്കേണ്ടിയിരിക്കുന്നു. വചനമാണ് പറയുന്നത്. മനുഷ്യപുത്രൻ മടങ്ങി വരുമ്പോൾ വിശ്വാസം തന്നെ ഉണ്ടാകുമോ, വിശ്വാസികളെ തന്നെ കാണുമോ എന്ന് സംശയമാകുന്ന ഒരു ലോകത്തിനായി നാം ആയിരിക്കുന്നത്. വിശ്വാസം കാത്തു എന്നാണ് ഈ മനുഷ്യൻ പറയുന്നത്. I have kept the faith. ഞാൻ വിശ്വാസം കാത്തു. ഹല്ലേലൂയ. വിശ്വാസം ആശിക്കുന്നതിന് ഉറപ്പാ, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാ. വിശ്വാസം നഷ്ടപ്പെട്ട നിന്റെ സകലവും നഷ്ടപ്പെടും. ദൈവത്തിലുള്ള വിശ്വാസത്തെ നീ മുറുകെ പിടിക്കുന്നത്. Praise the Lord. Praise the Lord. പത്രോസിനോട് കർത്താവ് പറയുന്ന ഒരു പദമുണ്ട്. ഗോതമ്പ് പാറ്റേണ്ടത് പോലെ ഞാൻ നിന്നെ പാറ്റിക്കളയുവാൻ സാത്താൻ എന്നോട് അനുവാദം ചോദിച്ചു. ഗോതമ്പ് പാറ്റുന്നത് പോലെ. പക്ഷേ ഞാൻ അനുവാദം നൽകിയില്ല. കാരണം നിന്റെ വിശ്വാസം പോകാതിരിപ്പോ ഞാൻ ദൈവത്തോട് ഞാൻ അപേക്ഷിച്ചു. കാരണം എനിക്കൊരു ഉറപ്പുണ്ട്. നീ എന്നെ തള്ളിപ്പറഞ്ഞാലും 3 തവണ നീ എന്നെ തള്ളിപ്പറഞ്ഞാലും നിന്റെ അകത്ത് വിശ്വാസമുണ്ടെങ്കിൽ നിനക്കൊരു മലയിവരുണ്ട്. നിനക്കൊരു മലയിവരുണ്ട്. നിന്റെ സഹോദരന്മാരെ ഉറപ്പിക്കേണ്ടതിന്. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. അന്നാവിന്റെ ഭീതിന്റെ മേൽ തട്ടുമ്പോൾ 11 ശിഷ്യന്മാരോടുകൂടെ നിന്ന് നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ പിതാവായ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുക. കർത്താവിന് നല്ല ഉറപ്പുണ്ടായിരുന്നു. കർത്താവിന് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഇവൻ എന്നെ 3 തവണ തള്ളിപ്പറഞ്ഞാലും, കോഴി 3 തവണ തള്ളിപ്പറഞ്ഞാലും ഇവന്റെ വിശ്വാസം പോകാതെ ഞാൻ പ്രാർത്ഥിക്കുന്നെങ്കിൽ, ഇവന്റെ മേൽ അഗ്നിയുടെ അഭിഷേകം ഇറങ്ങുമ്പോൾ, ഇവന്റെ മേൽ അഗ്നികാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ പ്രത്യക്ഷപ്പെടുമ്പോൾ, ഇവൻ 11 പേരെ തള്ളി മാറ്റിയിട്ട് അവരോട് കൂടെ നിന്നുകൊണ്ട് അവൻ പ്രസംഗിക്കും. നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ. അസാധാരണമായ ധൈര്യം അവന്റെ മേൽ വരും. വിശ്വാസം കീർത്തിയിരുന്നവന്റെ മേൽ അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടും. വിശ്വാസം കീർത്തിയിരുന്നവന്റെ മേൽ അധികാരത്തിന്റെ ശക്തി വെളിപ്പെടും. വിശ്വാസം കീർത്തിയിരുന്നവന്റെ മേൽ. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, I have kept the faith. ഞാൻ വിശ്വാസം കാത്തു. Praise the Lord. Hallelujah. നിങ്ങളുടെ പണം നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിലും, നിങ്ങളുടെ നന്മകൾ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിലും, ഹല്ലേലൂയ, ഒരു കടന്ന് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജോലി പോയാലും നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ കാക്കുന്നെങ്കിൽ ഹല്ലേലൂയ, നിങ്ങൾക്കൊരു മടങ്ങിവരവുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? വിശ്വാസം കാത്താൽ നീ തിരികെ വരും. ദൈവത്തിലുള്ള വിശ്വാസം, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ അവനുണ്ടെന്ന് വിശ്വസിക്കണമെന്ന് അവന് പ്രതിഫലം നൽകുന്ന ഒരു ദൈവമാണ്. Praise the Lord. അതുകൊണ്ട് അവൻ വിശ്വാസം കാത്തു. അതുകൊണ്ട് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇനിയും ആമേൻ. ഇവിടെ കുറെ പ്രസംഗിച്ച്, ഇവിടെ കുറെ ആത്മാവിൽ ആരാധിച്ച്, ഇവിടെ കുറെ സൗഖ്യമാക്കപ്പെട്ട്, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കുഴിയിലേക്ക് പോകുന്ന ഒരു ജീവിതമല്ല ഈ ജീവിതം. ഒരു നീതിയുടെ കിരീടം. ഹല്ലേലൂയ. വിശ്വാസം കാത്തവന് വേണ്ടി, പോരാടിയവന് വേണ്ടി, വിശ്വാസം കാത്തവന് വേണ്ടി, പോരാടിയവന് വേണ്ടി, ഓട്ടം തികച്ചവന് വേണ്ടി ഒരു നീതിയുടെ കിരീടം. Power of the Holy Ghost. Hallelujah.
ഓരോ ഗോത്രത്തെ ഓരോ ഗോത്രത്തെ വിളിച്ച് താൻ പ്രാർത്ഥിച്ച് അവരുടെ ഭാവി കാലത്തെ കുറിച്ച് കഴിഞ്ഞിട്ട് 49ന്റെ 33ാമത്തെ വാക്യത്തിൽ എഴുതി വച്ചിരിക്കുന്നു. യാക്കോബ് തന്റെ പുത്രന്മാരോട് ആജ്ഞാപിച്ച് തീർന്ന ശേഷം അവൻ കാൽ കട്ടിൽമേൽ എടുത്തു വെച്ചിട്ട് വിട്ട് ജനത്തോട് ചേർന്നു. ചിലരെ തിരിച്ചിട്ട് ചിലരെ ചെയ്തിട്ട് ഈ ഭൂമിയെ വിടുവാൻ ഈ മനുഷ്യൻ കാലെടുത്ത് കട്ടിലിനെ വെക്കണമെങ്കിൽ ഈ മനുഷ്യൻ അങ്ങനെ പ്രാർത്ഥിച്ചത് എങ്ങനെയായിരിക്കും? ആ കട്ടലിന്റെ സൈഡിൽ ഇരുന്ന് കാല് താഴേക്കിട്ട് ഓരോ മക്കളെ വിളിച്ച് അനുഗ്രഹിച്ച് അവരോട് ആത്മാവിൽ പ്രവചിച്ചായിരിക്കത്തില്ലേ? എല്ലാം തീർന്ന ശേഷം ഈ മനുഷ്യൻ ആ കാലെടുത്ത് കട്ടിലിനെ വെച്ചിട്ട് പറയുകയാണ്, എന്റെ പിതാക്കന്മാരോട് ഞാൻ ചേരാൻ പോകുന്നു. തന്റെ ജനത്തോട് അബ്രഹാമിനോട് ഇസഹാക്കിനോട് ഞാനിവിടെ നിർത്തിയ ഈ കുറച്ചുകൂടെ ശുശ്രൂഷിക്കണമെന്ന് സത്യത്തിൽ ആഗ്രഹമാണ്. ഒരു 10 മിനിറ്റ് കൂടെ എടുത്ത് ശുശ്രൂഷ ആരാധിക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. തിരുവേശം നടുവിലുണ്ടല്ലോ. ഇന്ന് രാത്രി വെറുതെ ജീവിച്ചിട്ട് വെറുതെ മരിക്കാനല്ല ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ രാഷ്ട്രത്തിൽ എന്താണ് ദൈവത്തിന്റെ പദ്ധതി എന്നെയും നിന്നെക്കുറിച്ചുള്ളത് അത് ചെയ്ത് തീർത്തതിന് ശേഷം ദൈവങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. തിരുമേശയുള്ള സമയമാകുന്നല്ലോ. ദൈവങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഈ വിശ്വാസ ജീവിതം വ്യർത്ഥമല്ല. ഹല്ലേലൂയ. മറ്റു സമുദായങ്ങളെ പോലെയോ മറ്റു മതങ്ങളെ പോലെയോ മരണം കൊണ്ട് തീരുന്നതല്ല ക്രിസ്തീയ ജീവിതം. അത് മരണം കൊണ്ട് തുടങ്ങുന്നതാണ്. ഇന്ന് രാത്രി അല്പകാലമുള്ള ഈ ഭൂമിയിലെ വാസം അത് സ്വപ്നമാണ്. എൻ്റെ വീടൊന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ ഇവിടുത്തുകാരനല്ല, പക്ഷെ ദൈവം എന്നെ ഇവിടെ ആക്കി വച്ചിരിക്കുന്ന സമയത്ത് വിശ്വാസം കാത്തുകൊണ്ട് പോരാട്ടത്തോടെ വീര്യത്തോടെ വിശ്വാസം കാത്ത് പൗലോസിനെ പോലെ ഓട്ടം തികയ്ക്കുവാൻ എനിക്ക് കഴിയണം. അതാണ് ദൈവസഭയെ കുറിച്ച് ദൈവജനത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹം. ഒരു നിമിഷം കണ്ടുകൾ ദിവസം അടച്ചാൽ കർത്താവിനെ കുറിച്ച് ഒന്ന് ധ്യാനിക്കാം. നാം ഇപ്പോൾ കേട്ടതുപോലെ ഇതൊക്കെ സാധ്യമാകുന്നത് ഒറ്റ കാരണത്താലാണ്. ഹല്ലേലൂയ. യാഗങ്ങൾ നിവൃത്തിയായെന്നവൻ പറഞ്ഞതുകൊണ്ട്. ഹല്ലേലൂയ. പൗരോഹിത്യം കഴിഞ്ഞു അവസാനിച്ചു അത് നിവൃത്തിയായി എന്ന് പറഞ്ഞതുകൊണ്ട്. പ്രവാചകന്മാർ തന്നെ കുറിച്ച് സംസാരിച്ച പദങ്ങൾ നിവൃത്തിയായെന്ന് പറഞ്ഞതുകൊണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്നേക്കും ഒരു വീണ്ടെടുപ്പ് തന്റെ രക്തത്തിൽ കൂടെ സാധിച്ചു എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് കർത്താവ് പറഞ്ഞു സകലതും നിവൃത്തിയായി. ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം. ക്രൂശിനെ ഒന്ന് ധ്യാനിച്ചാൽ ആർക്കാണ് തിരുമേശ സൂക്ഷിച്ച പങ്കാളികളാകുവാൻ കഴിയുന്നത്? കർത്താവിനെ സുന്ദരിഷിതാവ് കർത്താവായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ജലത്തിൽ കർത്താവിനെ സാക്ഷീകരിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിതം നയിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ആത്മാവിനെ ആഗ്രഹത്തോടെ പാനം ചെയ്യുവാൻ താല്പര്യത്തോടെ ആയിരിക്കുന്നവർക്ക്, വിശുദ്ധിയോടെ ജീവിക്കുന്നവർക്ക് ഇന്ന് രാത്രി തിരുമേശ പങ്കാളികളാകുവാൻ കഴിയും. ദൈവങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ച് ക്രൂശിനെ ഒന്ന് ധ്യാനിച്ചാട്ടെ. ഗതശമന ഭുവനത്തിൽ അധിക ഭാരം വഹിച്ചതിന ഗതശമന ഭുവനത്തിൽ അധിക ഭാരം വഹിച്ചതിന അധിപതയിൽ ആയിട്ടും
വിലാപ